ആരോഗ്യ കേരളത്തിൻ്റെ ഒരവസ്ഥ ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ വലിയ പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് ആ വിഷയം ഒരല്പം തണുത്ത മൂഡിലേക്ക് പോകുമ്പോഴും ആരോഗ്യ കേരളത്തിൻ്റെ അവസ്ഥ പറയാതെ വയ്യ. മിക്ക ഗവൺമെൻറ് ആശുപത്രികളിലെയും അവസ്ഥ വളരെ ശോചനീയം തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യധാര പത്രമാധ്യമം നടത്തിയ ഒരു സർവേ എല്ലാം നമ്മൾ കണ്ടതാണ്. നോക്കൂ, പൊട്ടിപ്പൊളിഞ്ഞ കട്ടിലുകൾ, തുരുമ്പടിച്ച വീൽ ചെയറിൻ്റെ കാൽ വയ്ക്കുന്ന സ്ഥലത്ത് ചരട് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഓരോ ദിവസവും ഒന്ന് ആലോചിച്ച് നോക്കൂ. വീണ ജോർജിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എത്രമേൽ മോശമായാണ് നിങ്ങൾ ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്തത്? ഈ വിഷയം ഇനി വീണ്ടും തണുത്ത് നിങ്ങൾ ആ ഒരു മരണപ്പെട്ട ബിന്ദുവിൻ്റെ മകളുടെ ചികിത്സയും മകനൊരു ജോലിയും ഒക്കെ കൊടുത്തിനി കൂടെ നിർത്തിയാലും ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഈ വകുപ്പ് നേടിയെടുക്കുമ്പോൾ ഒരു സർക്കാരിന് ഭരണ തുടർച്ച കിട്ടാൻ പോലും സാധ്യമാകുന്ന രീതിയിൽ സഹായിച്ച ഒരു വകുപ്പായിരുന്നു ആരോഗ്യ വകുപ്പ്. ശൈലജ ടീച്ചർ എന്ന മികവുറ്റ ഭരണകർത്താവ് ആ വിഷയത്തെ അത്രമേൽ നല്ല രീതിയിലാണ് സമീപിച്ചത് എന്നും നമുക്കറിയാം. അവിടെ നിന്ന് എങ്ങനെ പ്രയത്നിച്ചാലാണ് ഇങ്ങനെ ആക്കാൻ സാധിക്കുക വീണയെ? എങ്ങനെയാണ് വീണ ജോർജ് ഈ വിഷയത്തെ ഇത്രമേൽ മോശമാക്കാൻ നിങ്ങൾക്ക് കഴിയുക? ഗ്രാമാന്തരങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിൽ, മുഴുവൻ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രികളെല്ലാം ഒറ്റക്കെട്ടായി മോശാവസ്ഥയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ നല്ല വശങ്ങളെ മാറ്റിവെച്ച് മോശം കാര്യത്തെ മാത്രം ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് കാണിക്കുന്നതല്ല. ഒരു പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവനും തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ വാക്കിൽ പൊതുവായി പറയാൻ പറ്റുന്ന രീതിയിൽ റാൻഡമായി നടത്തുന്ന സർവേകളിൽ, റാൻഡമായി നടത്തുന്ന വിസിറ്റുകളിലെല്ലാം അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ പറയാതെ വയ്യ, ആരോഗ്യരംഗം, ഗവൺമെന്റ് ആശുപത്രികളെല്ലാം വലിയ രീതിയിൽ തകർച്ചയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. പുനലൂർ അടക്കമുള്ള ചില ഗവൺമെന്റ് ആശുപത്രികൾ മാതൃകാപരമായി ശൈലജ ടീച്ചറിന്റെ കാലത്തുണ്ടായിരുന്നത് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോഴും ആരോഗ്യരംഗം വലിയ രീതിയിൽ പരിതപിക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, പിണറായി സർക്കാർ മൂന്നാം ഊഴത്തിലേക്ക് പോകുവാൻ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറുന്നു എന്നുള്ളതുമാണ്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിയായിരുന്നു, നിങ്ങൾ ചെറുപ്പക്കാരിയായ ഒരു മന്ത്രിയായിരുന്നു, നിങ്ങൾ മാധ്യമപ്രവർത്തക രംഗത്ത് നിന്ന് സോഷ്യൽ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് വലിയ രീതിയിൽ അതിലെല്ലാം ഇടപെടലുകൾ നടത്തി കടന്നു വന്ന ഒരു ഭരണകർത്താവായിരുന്നു. പക്ഷേ നിങ്ങൾ എത്രമേൽ ഉഴപ്പിയിട്ടായിരിക്കും ഇങ്ങനെയായി പോയത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് വീണ ജോർജ് എന്ന വ്യക്തിയോട്, മന്ത്രിയോട്, പഴയകാല മാധ്യമ പ്രവർത്തകയോട്, സാമൂഹ്യ രംഗങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന ജേർണലിസ്റ്റ് ആയിരുന്ന ഒരു സ്ത്രീയോട് പറയാനുള്ളത്, നിങ്ങൾ ഇനിയുള്ള കാലമെങ്കിലും, വളരെ ചുരുങ്ങിയ മാസങ്ങളെങ്കിലും വലിയ രീതിയിൽ ഈ നാടിനെ വലിയ രീതിയിൽ ഉലയ്ക്കുന്ന ഈ ആരോഗ്യരംഗത്ത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തണം. ആ പ്രവർത്തനങ്ങൾ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. PR വർക്കുകളിലൂടെയല്ല. ഈ നാടിലെ ആരോഗ്യരംഗത്തേക്ക്, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ആശുപത്രികളിലേക്ക് പോകുന്ന ഒരു രോഗിക്ക് തോന്നണം, ആരോഗ്യ വകുപ്പിൽ ഒരു ചെറിയ മാറ്റം കണ്ടു തുടങ്ങുന്നു എന്ന്. ഇവിടുത്തെ ജീവനക്കാരെല്ലാം വലിയ രീതിയിൽ മാറ്റത്തിന് വിധേയമായിരിക്കുന്നു എന്ന്. എനിക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ ഗവൺമെന്റ് നൽകുന്ന നല്ല സൂചനകളാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ചിന് മാറ്റിയെടുക്കണം.